ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും നമസ്കാരം. 3ാം ക്ലാസ്സിൻ്റെ പരിസര പഠനം ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിർദ്ദേശങ്ങൾ: ആദ്യത്തെ 15 മിനിറ്റ് ചോദ്യങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കണം. 1 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്ക് ഉത്തരം എഴുതിയാൽ മതി. തിരഞ്ഞെടുത്ത ചോദ്യത്തിൻ്റെ എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. പ്രവർത്തനം 1: ശുചിത്വം മഹത്വം. സ്കൂൾ ശാസ്ത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് അനുവും കൂട്ടുകാരും വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ചാർട്ട് പൂർത്തിയാക്കുക. ശുചിത്വം മഹത്വം എന്നതാണ് വിഷയം. അതുമായി ബന്ധപ്പെട്ട ചാർട്ടാണ് പൂർത്തിയാക്കേണ്ടത്. ഒന്നവിടെ കൊടുത്തിട്ടുണ്ട്. ആഹാരത്തിന് മുമ്പും ശേഷവും കൈകൾ നന്നായി കഴുകണം. അടുത്തതെന്തെഴുതാം? എല്ലാ ദിവസവും കുളിക്കുക, എല്ലാ ദിവസവും പല്ല് തേക്കുക, നഖം മുറിക്കുക. അടുത്തത് ഒരു കിഡ്സ് പാർക്കാണ്. അതിൻ്റെ ബോർഡിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കരുത്, വലിച്ചെറിയരുത് എന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു ബോർഡിൽ സമയം രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ. ബി, പാർക്കിൻ്റെ മുമ്പിലുള്ള ബോർഡ് ശ്രദ്ധിച്ചല്ലോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുറിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുന്നത് മൂലം ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും. അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ ലയിക്കുകയില്ല. അതിലൂടെ പരിസ്ഥിതി മലിനീകരണവും വായു മലിനീകരണവും ഉണ്ടാവും. അടുത്തത് സി, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ വായിച്ചു നോക്കുക. മഞ്ഞപ്പിത്തം, കോളറ, മന്ത്, ടൈഫോയിഡ്. കൊതുക് പരത്തുന്ന രോഗം മന്ത്. ആൻസർ മന്ത്. അടുത്തത് പ്രവർത്തനം 2: മണ്ണു സംരക്ഷിക്കാം. ഞാൻ എന്നും മണ്ണിൽ തന്നെ. ആരാണ് പറയുന്നത്? മണ്ണിര. മണ്ണിര പറയുന്നത് ശ്രദ്ധിച്ചല്ലോ. മണ്ണിരയ്ക്ക് മാത്രമല്ല, മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും മണ്ണുകൊണ്ട് നിരവധി പ്രയോജനങ്ങൾ ഉണ്ട്. അവ ഏതൊക്കെ? അവിടെ കൊടുത്തിട്ടുണ്ട്. ജീവികളുടെ വാസസ്ഥലം. കൃഷിക്ക് മണ്ണാവശ്യമാണ്. വീട് നിർമ്മിക്കാൻ മണ്ണാവശ്യമാണ്. ചെടികൾ വളർത്താൻ മണ്ണ് ആവശ്യമാണ്. അടുത്തത് മണ്ണു സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ അതിന് അനുയോജ്യമായ പടം വരക്കണം. ഇവിടെ മണ്ണിൻ്റെയും മനുഷ്യൻ്റെയും പടം വരച്ച് അതിന് അനുയോജ്യമായ ഒരു സെൻറ്റൻസ് എഴുതണം. ഇവിടെ മണ്ണില്ലാതെ മനുഷ്യനില്ല എന്നെഴുതിയാലും മതി. പ്രവർത്തനം 3: ആഹാരം പലവിധം. ഇവിടെ പയർ, മത്തങ്ങ, ഗോതമ്പ്, പപ്പായ, കടല, മുട്ട, ചോളം, പാൽ, മാമ്പഴം, മുരിങ്ങയില, മരച്ചീനി, ചേന, ചക്കപ്പഴം എന്നിവ തന്നിട്ടുണ്ട്. എ, മുകളിൽ കൊടുത്തിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. ഇപ്പോൾ ഫസ്റ്റ് വൺ, പച്ചക്കറികൾ. പച്ചക്കറികൾ ഏതെല്ലാമാണ്? മത്തങ്ങ, മുരിങ്ങയില. അടുത്ത കോളത്തിൽ മാമ്പഴം. മാമ്പഴം പഴങ്ങൾ. പിന്നെ ചക്കപ്പഴം. അടുത്തത് ധാന്യങ്ങൾ. ധാന്യങ്ങൾ ഏതെല്ലാം? ചോളം, ഗോതമ്പ്. അടുത്ത കോളത്തിൽ കടല. കടല ഏതാണ്? പയർ വർഗം. പയർ, കടല. അടുത്തത് കിഴങ്ങുവർഗം. കിഴങ്ങുവർഗം മരച്ചീനി, ചേന. അടുത്തത് ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവ: പാൽ, മുട്ട. ബി, നമ്മുടെ ഭക്ഷണ രീതിയുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന ചില പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. നമ്പർ 1, ഒരേ തരം ഭക്ഷണം തന്നെ എല്ലാ ദിവസവും കഴിക്കണം. അത് ശരിയാണോ? ശരിയല്ല, അത് തെറ്റാണ്. 2, ദിവസവും 6 മുതൽ 8 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. അത് ശരിയാണ്. 3, എണ്ണ അടങ്ങിയ ഭക്ഷണം ധാരാളമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അതെന്താണ്? അത് തെറ്റാണ്. ആരോഗ്യത്തിന് നല്ലതല്ല.
നാലാമത്തേത് ഭക്ഷ്യവസ്തുക്കൾ വേവിച്ച് കഴിക്കുന്നവയും വേവിക്കാതെ കഴിക്കുന്നവയുമുണ്ട്. അത് ശരിയാണ്. ഇതിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 2ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന. പ്രവർത്തനം 4 നല്ലത് കഴിക്കാം. ഇവിടെ അപ്പു പറയുകയാണ് പുട്ട്, കടലക്കറി, സാലഡ്, പാൽ. ആകാശ് പറയുന്നത് പൊറോട്ട, ചിക്കൻ വറുത്തത്. അപ്പുവും ആകാശും രാവിലെ കഴിച്ച ആഹാരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. രണ്ടുപേരും കഴിച്ച ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ താഴെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. വിഭവം: ഭക്ഷ്യവസ്തുക്കൾ. പുട്ട്. പുട്ടിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? അരിപ്പൊടി, ഉപ്പ്, വെള്ളം. അടുത്തത് കടലക്കറി. കടല, സവാള, ഉപ്പ്, മുളകും പൊടി, വെള്ളം. അടുത്തത് സാലഡ്. കക്കരിക്ക, ക്യാരറ്റ്, കാബേജ്, ഉപ്പ്, തൈര്. അടുത്തത് പൊറോട്ട. മൈദ, ഉപ്പ്, വെള്ളം. അടുത്തത് ചിക്കൻ വറുത്തത്. ചിക്കൻ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം. അടുത്തത് ബി. അപ്പുവും ആകാശും കഴിച്ചതിൽ ആരുടെ ഭക്ഷണക്രമമാണ് കൂടുതൽ ആരോഗ്യപ്രദമായത്? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. ആരാണ് ആരോഗ്യപ്രദമായി ഭക്ഷണം കഴിച്ചത്? അപ്പുവിൻ്റെ. കാരണം അപ്പു പുട്ട്, കടലക്കറി, സാലഡ്, പാല് എന്നിവയാണ് കഴിച്ചത്. അപ്പു എല്ലാത്തരം ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആകാശ് പൊറോട്ടയും ചിക്കൻ വറുത്തതുമാണ് കഴിച്ചത്. അതിൽ ധാന്യങ്ങളും പച്ചക്കറികളും ഒന്നും തന്നെ ഇല്ല. പ്രവർത്തനം 5 വൃത്തിയുള്ള പരിസരം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുട്ടികൾ വിദ്യാലയ പരിസരം വൃത്തിയാക്കിയപ്പോൾ ശേഖരിച്ച മാലിന്യങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പികൾ, പഴത്തൊലി, ഭക്ഷണാവശിഷ്ടങ്ങൾ, കേടായ ബാറ്ററികൾ, പ്ലാസ്റ്റിക് കവർ, കേടുവന്ന കീബോർഡ്. ഇത്രയും സാധനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവയെ ഉചിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക. ആദ്യത്തെ ബാസ്ക്കറ്റിൽ പഴത്തൊലി എന്നാണ് കൊടുത്തത്. പഴത്തൊലി ജൈവ മാലിന്യമാണ്. ഇവിടെ ജൈവ മാലിന്യങ്ങൾ എന്നെഴുതുക. പിന്നെ അതിൽ എന്താണ് വരിക? ഭക്ഷണ അവശിഷ്ടങ്ങൾ എന്നുള്ളതും ഇവിടെ എഴുതി കൊടുക്കുക. അടുത്ത ബാസ്ക്കറ്റ് പ്ലാസ്റ്റിക് കുപ്പികൾ. പ്ലാസ്റ്റിക് കുപ്പികൾ എന്നുള്ളത് എന്താണ്? അജൈവ മാലിന്യങ്ങളാണ്. അജൈവ മാലിന്യങ്ങൾ എന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. അതിൽ പിന്നെന്താണ് വരിക? പ്ലാസ്റ്റിക് കവർ. അടുത്ത ബാസ്ക്കറ്റ് അപകടകരമായ മാലിന്യങ്ങൾ. അതിലെന്താണ് വരിക? കേടായ ബാറ്ററികൾ, കേടുവന്ന കീബോർഡ്. അടുത്തത് ബി. വൃത്തിയുള്ള പരിസരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾക്കു നേരെ ടിക്കിടുക. ചപ്പുചവറുകൾ കൂടിക്കിടക്കുന്നില്ല. അത് ശരിയാണ്. അതിന് നേരെ ടിക്കിടുക. മലിനജലം കെട്ടിക്കിടക്കുന്നു. അത് തെറ്റാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിരിക്കുന്നു. അത് തെറ്റായൊരു പ്രസ്താവനയാണ്. മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അത് ശരിയാണ്. അതിന് നേരെ ടിക്കിടുക. 1ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അടുത്തത് പ്രവർത്തനം 6 മണ്ണും ജലവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ജലം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണുള്ളത്? പദസൂര്യൻ പൂർത്തിയാക്കുക. ജലം കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. മൃഗങ്ങൾക്ക് കുളിക്കാൻ, ഭക്ഷണം പാകം ചെയ്യുന്നതിന്, കൃഷി ആവശ്യത്തിന്, കുടിക്കാൻ, ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ. അടുത്തത് ബി. ദിശ തൻ്റെ വീട്ടുവളപ്പിലൂടെ നടന്നപ്പോൾ ലഭിച്ച മണ്ണിൻ്റെ ചെറിയ കട്ടകൾ വെള്ളം നിറച്ച ഒരു ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്നും കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. എന്തായിരിക്കും ഇതിന് കാരണം? കുറിക്കുക. ആൻസർ: മണ്ണിൽ വായു ഉള്ളത് കൊണ്ടാണ് മണ്ണിൻ്റെ കട്ടകൾ വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് ഇട്ടപ്പോൾ അതിൽ നിന്നും കുമിളകൾ പുറത്തേക്ക് വന്നത്. അടുത്തത് സി. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വിവിധ തരം രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന മണ്ണ് ഏത്? കളിമണ്ണ്, മണൽ. ഏത് തരം മണ്ണാണ്? കളിമണ്ണ്. ഇത്രയുമാണ് EVSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. താങ്ക് യു.